വെള്ളക്കെട്ടിൽ നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്നറിഞ്ഞതിൽ അതിയായ ദുഃഖമുണ്ട്. പരേതരുടെ കുടുംബത്തിന്റെ ദുഃഖത്തിൽ ഞാനും പങ്കുചേരുന്നു. അപകടത്തിൽപ്പെട്ടവർ എത്രയും വേഗം സുഖം പ്രാപിക്കണേ എന്നും പ്രാർത്ഥിക്കുന്നു. ഇതായിരുന്നു തിരുവനന്തപുരം NDA സ്ഥാനാർത്ഥിയും കേന്ദ്രമന്ത്രിയുമായ രാജീവ് ചന്ദ്രശേഖറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഈ ഒരു പോസ്റ്റ് കാരണം രാജീവ് ചന്ദ്രശേഖർ ട്രോൾ പ്രളയത്തിൽ മുങ്ങി. അബദ്ധം മനസ്സിലാക്കിയ രാജീവ് ചന്ദ്രശേഖർ പോസ്റ്റ് ഡിലീറ്റ് ആക്കുകയും ചെയ്തു. രാജീവ് കണ്ടത് 2018 സിനിമയായിരുന്നു എന്നാണ് മന്ത്രി V ശിവൻകുട്ടി പരിഹസിച്ചത്. തിരഞ്ഞെടുപ്പ് കാലത്തല്ലാതെ ഇടയ്ക്ക് ഇങ്ങോട്ട് വന്നാൽ പൂർണ്ണബോധം പോവാതെ രക്ഷപ്പെടാനാവുമെന്നു കൂടെ V ശിവൻകുട്ടി പരിഹസിച്ചു. അദ്ദേഹം ഇപ്പോഴും 2018 ജീവിക്കുകയാണെന്നും കളമശ്ശേരിയിൽ ചത്തുപൊങ്ങിയ മീനുകളെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്നും ട്രോളുകൾ എത്തി. ഇതിന്റെ വസ്തുത ഇതാണ്: കഴിഞ്ഞ കുറച്ചു ദിവസമായി സംസ്ഥാനത്ത് മഴ തുടരുകയാണ്. ഈ മഴയിൽ 4 പേരാണ് മരണപ്പെട്ടിരിക്കുന്നത്. ഇതിനെക്കുറിച്ചാണ് കേന്ദ്രമന്ത്രി പറഞ്ഞിട്ടുണ്ടാവുക എന്നുവരെ ചർച്ച ചെയ്തിരുന്നു. തിരുവനന്തപുരത്തിന് വെള്ളക്കെട്ട് നിവാരണത്തിന് 200 കോടി രൂപ അനുവദിച്ച് കേന്ദ്ര സർക്കാർ. ഓരോ നഗരവും 200 കോടി രൂപയുടെ വെള്ളപ്പൊക്ക നിവാരണ പദ്ധതിയാണ് നടപ്പാക്കുന്നത്. തിരുവനന്തപുരം നഗരത്തിലെ ദുരന്ത നിവാരണം കൂടുതൽ ഫലപ്രദമാക്കാനാണ് ഈ തുക വിനിയോഗിക്കേണ്ടത്. കേന്ദ്രം നൽകിയ തുക കൃത്യമായി വിനിയോഗിക്കണമെന്ന് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ഈ ഒരു അറിയിപ്പിൽ തന്നെ രാജീവ് ചന്ദ്രശേഖറിന്റെ പോസ്റ്റും അതിന് പിന്നാലെ വന്ന ട്രോളും മുങ്ങി എന്നതാണ് വാസ്തവം. 3 ദിവസം മുൻപാണ് കേന്ദ്രമന്ത്രിയും തിരുവനന്തപുരം NDA സ്ഥാനാർത്ഥിയുമായ രാജീവ് ചന്ദ്രശേഖർ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അപ്ലോഡ് ചെയ്യുന്നത്. പോസ്റ്റിനെ തുടർന്ന് നിരവധി ട്രോളുകളും പരിഹാസങ്ങളും രാജീവ് ചന്ദ്രനെ തേടിയെത്തി. എന്നാൽ ഈ 200 കോടിയിൽ എല്ലാ ട്രോളുകളും ഇല്ലാതായി. അദ്ദേഹത്തിന്റെ പോസ്റ്റ് കാരണം BJP പ്രതിരോധത്തിലായിരുന്നു. കേന്ദ്രമന്ത്രിയും തിരുവനന്തപുരം NDA സ്ഥാനാർത്ഥിയുമായിരിക്കെ രാജീവ് ചന്ദ്രശേഖറിൽ നിന്ന് ഇങ്ങനൊരു പോസ്റ്റ് ഉണ്ടായത് BJPക്ക് വലിയ നാണക്കേട് തന്നെയാണ് ഉണ്ടാക്കിയിരുന്നത്. എന്നാൽ തിരുവനന്തപുരത്ത് പ്രളയ നിവാരണത്തിന് വേണ്ടി 200 കോടി തന്നതോടുകൂടി മറ്റു രാഷ്ട്രീയ പാർട്ടികൾ വായടക്കി.